ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് നിശാമലകം എന്നൊരു പൊടിയുണ്ട്. പ്രധാനമൊന്നുമില്ല, മഞ്ഞളും നെല്ലിക്കും മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ നിശാഗതകാരി കഷായം, അതിൽ വേറെ 4-5 കൂട്ടം വരുന്നുണ്ട്. പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയിൽ വളരെയധികം ഉപയോഗപ്പെടുത്തുന്ന ഒരു കഷായയോഗമാണ് നിശാഗതകാതി കഷായം. ഈ നിശാഗതകാതി കഷായത്തിൽ പ്രധാനമായിട്ടും നിശ അഥവാ മഞ്ഞൾ, നിശ ആദിയിൽ തുടങ്ങുന്നത് എന്നിൽ തന്നെ ഈ മഞ്ഞളിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ മഞ്ഞൾ കൂടാതെ ഏകനായകത്തിൻ്റെ വേര്, തേറ്റാമ്പരൽ, അതുപോലെ നെല്ലിക്കത്തൊണ്ട്, രാമച്ചം, ചെറുള വേര് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ മഞ്ഞൾ അഥവാ നിശ എന്ന ഈ ഔഷധം പ്രമേഹ രോഗത്തിന് പറയപ്പെടുന്ന കഷായങ്ങൾ, അനേക കഷായങ്ങളിൽ ഇത് ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ട്. ഈ മഞ്ഞളിന് ഇനി പ്രധാനമായിട്ടും ഈ പ്രമേഹ രോഗത്തിൽ മഞ്ഞളിൽ എങ്ങനെ കർമ്മത്തെ ചെയ്യുന്നു, ഈ മഞ്ഞൾ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് അത് ആന്തരിക അവയവങ്ങൾക്ക്, പാൻക്രിയാസ് അതുപോലെ കിഡ്നി മുതലായിട്ടുള്ള ആന്തരിക അവയവങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും, അതുപോലെ ഇത് വിഷഹരമായിട്ടുള്ള ഒരു സ്വഭാവമുള്ളതുകൊണ്ട് വിഷത്തെ ഖനിക്കുന്നതിനും, അതുപോലെ രക്തത്തെ ശുദ്ധീകരിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനുമൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ ഒരു പര്യായമാണ്. അത് ഇത് ഉപയോഗിക്കുന്ന ആൾ നല്ല ഭംഗിയുള്ളതാവും, പൗർണമി നിലാവിനെ പോലെ അങ്ങനെയുള്ളൊരു ഭംഗിയെ സിഗ്നിഫൈ ചെയ്യുന്നതും കൂടെയാണ് ഈ നിശ എന്ന് പറയുന്നത്. അത് നിശാഗതകാതി കഷായം പ്രമേഹത്തിന്. അത് നിശാഗതകാതി കഷായം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കാര്യമുണ്ട്. അതിനകത്ത് നിശയും കതകവും, കതകം എന്ന് പറഞ്ഞാൽ തേറ്റാമ്പരലാണ്. ഇത് രണ്ടും മാത്രമല്ല, ആ ഡ്രഗ്സിൽ നിശയും കതകവും വരുന്നുണ്ട്. അതായത് നമ്മുടെ ആയുർവേദത്തിലെല്ലാം ശ്ലോക രൂപേണയാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇത് ആദ്യം വലിയ ഡിസ്ക്രിപ്ഷനായിരുന്നു, അതിനെ ശ്ലോകമാക്കി ഓർമ്മിക്കാൻ വേണ്ടി ശ്ലോകത്തിനെ പിന്നെയും പേരുകളാക്കി മാറ്റി. അപ്പോൾ ആ ഒരു 5 പേര് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മഞ്ഞളുടെ എല്ലാ ഗുണവും പഠിക്കാമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ നിശാഗതകാതി കഷായം തന്നെ നമുക്കിപ്പം പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയുള്ള ഒരു 8 മരുന്നുകൾ മാത്രമേ അതിനകത്തുള്ളൂ. ഇതിനകത്ത് നിശ നമുക്ക് കോമൺ ആയിട്ട് കിട്ടും, മഞ്ഞളാണ്. കതകം, തേറ്റാമ്പരൽ അതും അങ്ങാടി കടകളിലൊക്കെ കിട്ടുന്നതാണ്. നെല്ലിക്ക, തെറ്റി കിട്ടാൻ ഒരു പ്രയാസമില്ല. നിശാഗതക, നെല്ലിക്ക, തെറ്റി, പിന്നെ പാച്ചോറ്റിയുടെ തോലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഭദ്രിക എന്ന് പറഞ്ഞാൽ ചെറുള വേര്, അത് മാത്രമാണ് അല്പം കിട്ടാൻ. അതും ഇപ്പം പണ്ടൊക്കെ ഗ്രാമങ്ങളിൽ വളരെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇന്നും കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഏകനായകൻ നമുക്ക് കോമൺ ആയിട്ട് അറിയാമെന്നുള്ള പൊൻകുരണ്ടി വേരെന്ന് പറയും. ഏത് ഡയബറ്റീസ് ഉള്ള ആളെടുത്ത് പറഞ്ഞാൽ ഞാൻ ഇത് നെല്ലിക്കയും പൊൻകുരണ്ടി വേരുമിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേങ്ങാക്കാതിലും പൊൻകുരണ്ടി വേരുമിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, കൂടുതലെന്ന് പറഞ്ഞുകൂടെ എങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ രാമച്ചം അറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നിശാഗതകാതി കഷായം. ഇത് ഒരു 16 ഇരട്ടി വെള്ളത്തിൽ തിളപ്പിച്ച് 4-1 വറ്റിച്ച് രാവിലെയും വൈകുന്നേരവും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വെറും വയറ്റിൽ പ്രമേഹത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മഞ്ഞളുടെ പ്രകന്ധം അഥവാ കിഴങ്ങാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. മഞ്ഞൾക്കിഴങ്ങ് പച്ചയായി ഉണക്കിയും ഔഷധയോഗങ്ങളിൽ ചേർക്കാറുണ്ട്. ചില പ്രത്യേക ഔഷധക്കൂട്ടുകളിൽ പച്ചമഞ്ഞൾ തന്നെ ഉപയോഗിക്കണമെന്നുണ്ട്. ശ്വാസകോശ രോഗങ്ങളിലും അലർജി മുതലായ രോഗങ്ങളിലും ഉപയോഗിക്കുന്ന ഹരിദ്രാഖണ്ഡം എന്ന സിദ്ധയോഗത്തിൽ മഞ്ഞൾ ഒരു പ്രധാന ഔഷധിയാണ്. കൂടാതെ വ്രണഹരമായ ജാത്യാദി തൈലം, ചർമ്മരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന നാൽപ്പാമരാതി തൈലം, ബാലചികിത്സയിൽ ഉപയോഗിക്കുന്ന രജന്യാദി ചൂർണം, മഞ്ഞപ്പിത്തത്തിനുള്ള ഹരിദ്രാധികൃതം, വിളർച്ചയ്ക്കുള്ള വ്യോഷാദി കഷായം, വാതരക്തത്തിനെതിരെ പ്രയോഗിക്കുന്ന മഞ്ജുഷ്ണാദി കഷായം, പ്രമേഹത്തിനുള്ള നിശാഗതകാതി കഷായം തുടങ്ങിയ വിവിധ ഔഷധക്കൂട്ടുകളിൽ മഞ്ഞളിന് പ്രധാന സ്ഥാനമുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് നടുവേദന. അതായത് ഇപ്പോൾ എല്ലാവരും കൂടുതലും നേരം ഇരുന്ന് വർക്ക് ചെയ്യുക, IT പ്രൊഫഷണൽസിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് നടുവേദന. അതിനെ നമുക്കത് മാറ്റി നിർത്താനോ അതിന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ജോലിയിൽ നിന്ന് ഒഴിവാവാതെ തന്നെ ആ ഒരു നടുവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചികിത്സാവിധികൾ പറയാം. ഇന്നലെ എന്നെ കാണാൻ വന്ന 2 രോഗികൾക്ക് ഇതാണ് കംപ്ലയിൻറ്റ്, നടുവേദനയാണ്. അവർ വിദേശത്തും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അത്യാസനം, അധികം നേരം തുടർച്ചയായിട്ട് ഇരിപ്പ്, വ്യായാമമില്ലാത്ത ജീവിതം, ശോധന ക്രമത്തിൽ ഉണ്ടാകണം എന്നുള്ള വിചാരം ഇല്ലായ്മ, അത് എല്ലപ്പോഴും സൗകര്യം പോലെ നമുക്ക് സൗകര്യം പോലെ ശോധന പോയാൽ മതി എന്നുള്ള വിചാരം,
കൂടുതൽ വാഹനങ്ങളിലുള്ള യാത്ര. ഇതാണ് ഈ കളീഗ്രഹം, കളീഭ്രംശം രണ്ട് തരത്തിൽ വരും, രണ്ട് തരത്തിലും വരാം. കളീഭ്രംശം കുറേ കൂടി അധികം വിഷമമുണ്ട്. കളീഗ്രഹം, അതായത് അരക്കെട്ടിന് പിടുത്തം വരിക, അത് വേണ്ട വിധത്തിൽ ഉള്ള സ്നേഹോപയോഗങ്ങൾ, ശോധന ചികിത്സകൾ, അതായത് പിഴിച്ചിൽ, കിഴി മുതലായ സ്നേഹോപയോഗങ്ങൾ, വിരേചനം, വസ്തി മുതലായിട്ടുള്ള ശോധന ചികിത്സകൾ, ഇതുകളെ കൊണ്ടൊക്കെ വളരെയധികം വ്യത്യാസം കാണാറുണ്ട്. കളീഭ്രംശം അരക്കെട്ടിൻ്റെ നട്ടെല്ലിൻ്റെ തന്നെ പറയട്ടെ, ഈ ഡിസ്ക് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായത്തിൽ ഡിസ്ക് എന്ന് പറയുന്ന കശേരുക്കൾ അതിന് തെറ്റാൻ ഇടയായിട്ടില്ല, അത് സ്ഥാനം തെറ്റുക. അങ്ങനെ വന്നാൽ ആണ് കളീഭ്രംശം അധികം വരിക. അതിനും സ്നേഹോപയോഗം ആവശ്യമാണ്, പിഴിച്ചൽ, നവരക്കിഴി മുതലായത് ആവശ്യമാണ്. ഈ ശോധന ചികിത്സ, വിലേചനമോ വസ്തിയോ അത്ര തന്നെ പ്രസക്തിയില്ല. അതിലധികം അവർക്ക് പരിപൂർണ വിശ്രമം, അങ്ങനെയുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഉപനാഹം എന്ന് പറയുന്ന ഒരു തരം ബാൻഡേജും അതും അവർക്ക് വളരെ ഫലപ്രദമാണ്. വസ്തികളിൽ തന്നെ കഷായവസ്തിയേക്കാൾ പ്രാധാന്യം തൈലവസ്തിക്കാണ്. ഇത് നമുക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള വഴി പ്രക്ഷാളനാധ്യ പങ്കസ്യ ദൂരാത് അസ്പർശനം വരം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ചളി ചവിട്ടി കാല് കഴുകുന്നതിനേക്കാൾ ഭേദം ചളി ചവിട്ടാനിൽ നടക്കാൻ നോക്കുകയാണ് വേണ്ടതെന്നാണ്. അതൊന്നും സാധ്യമല്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു പ്രോവർബ് ഇംഗ്ലീഷിലുണ്ട്. വരാതിരിക്കാൻ ഇരുന്നുള്ള ജോലിയാണെങ്കിലും കുറച്ച് നേരം 2-3 മണിക്കൂർ കഴിഞ്ഞാൽ എണീറ്റ് ഒന്ന് മൂരി നിവർന്ന് ഒരു 4 അടി നടന്നു വരിക, എന്നാൽ കുറേ വ്യത്യാസം വരും. പിന്നെ ദിവസേന നന്നായിട്ടുള്ള ഒരു സുഖശോധന കിട്ടാനുള്ള ഒരു ആഹാരവും ശീലിക്കലും മരുന്നും ശീലിക്കുക. മാംസവർഗ്ഗങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. മാംസം കഴിക്കും തോറും കൊഴുപ്പ് കൂടി വരും. അത് ഈ രോഗത്തിന് കുറച്ച് വിരോധമാണ്. ഈ ശരീരത്തിലുണ്ടാവുന്ന അങ്ങനെ പാണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വിത്രം എന്ന് പറയുന്ന രോഗമായിട്ടാണ് കേൾക്കുക. ലുക്കോഡർമ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതും അതിന് തികച്ചും ഫലപ്രദമായിട്ടുള്ള മരുന്നെന്ന് പറഞ്ഞാൽ വളരെ കാലങ്ങളെ കൊണ്ടേ സാധ്യതയുള്ളൂ. സാധാരണ ഇങ്ങനെയുള്ള കേസിൽ ആദ്യം ആന്തരമായിട്ടുള്ള ദേഹശുദ്ധി, രക്തശുദ്ധി വരുത്താനാണ്. അതിന് സ്നേഹപാനം ആണ് ആദ്യം വഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ വമനം, വിരേചനം. പുറമേ ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമില്ല, എന്നാൽ പുറമേ ചെയ്തു നോക്കാം, ചെയ്യാം. ഒരു നീണ്ടു നിൽക്കുന്ന ചികിത്സയായിട്ട് പുറമേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാര്യമായിട്ടും ആന്തരമായിട്ടുള്ള രക്തശുദ്ധിയും ആണ് വരുത്തുന്നത്. അതാണ് ചെയ്യാറുള്ളത്. സ്നേഹപാനം, വമനം, ശ്രദ്ധിപ്പിക്കൽ, വിരേചനം, വയറിളക്കലും, ഇങ്ങനെയൊക്കെയാണ് ഇതിന് ചെയ്യുക.